Calicut University Advanced English Language Skills for Commerce and Management. Chapter number 11 for the minicab driver who looked as if he needed feeding. പാകിസ്ഥാനി ഒറിജിൻ്റെ ബ്രിട്ടീഷ് പോയിട്ടായ ഇംതിയാസ് സർക്കാർ എഴുതുന്ന കവിതയാണ്. 1954 ജനിച്ച ഇംതിയാസ് സർക്കാർ ഒരു ബ്രിട്ടീഷ് പോയിറ്റാണ്, ആർട്ടിസ്റ്റാണ്, ഡോക്യുമെൻ്ററി ഫിലിം മേക്കറൊക്കെയാണ്. അവരുടെ കവിതകളിൽ പലപ്പോഴും തീമായി വരാറുള്ളത് ഐഡൻറ്റിറ്റി, മൈഗ്രേഷൻ, ഫീമെയിൽ എക്സ്പീരിയൻസ് എന്നിവയൊക്കെയാണ്. നേരെ കവിതയിലേക്ക് പോവാം. ഫോർ ദ മിനി ക്യാബ് ഡ്രൈവർ ഹൂ ലുക്ക്ഡ് ആസ് ഇഫ് ഹി നീഡഡ് ഫീഡിങ്. ഭക്ഷണം ആവശ്യമായ പോലെ കാഴ്ചയിൽ തോന്നിപ്പിക്കുന്ന ഒരു മിനി ക്യാബ് ഡ്രൈവർക്ക് വേണ്ടി കവി ഒരു യാത്രയിൽ കണ്ടുമുട്ടുന്ന ഒരു മിനി ക്യാബ് ഡ്രൈവറുടെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയെ വിശേഷിപ്പിക്കുന്ന ഒരു കവിതയാണിത്. ഹീ ലുക്സ് സോ യങ്, ഹിസ് ഹാൻഡ്സ് ബോണി അറ്റ് ദ വീൽ, ഐ വണ്ടർ ഇഫ് ഹി ഹാസ് ബീൻ ഔട്ട് ഓൾ നൈറ്റ്, വാട്ട് ഹി മൈറ്റ് ഹാവ് ഹാഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് വാട്ട് ഹി ഈറ്റ്സ് വെൻ ഹിസ് ഷിഫ്റ്റ് എൻഡ്സ്. ഹി ലുക്സ് സോ യങ്, അവൻ വളരെ ചെറുപ്പമാണ്. ഹിസ് ഹാൻഡ്സ് ബോണി അറ്റ് ദ വീൽ, വീലുകളിലുള്ള അവൻ്റെ കൈകൾ എല്ലുന്തിയതാണ്. ഐ വണ്ടർ ഇഫ് ഹി ഹാസ് ബീൻ ഔട്ട് ആൾ നൈറ്റ്, ഞാൻ അത്ഭുതപ്പെടുകയാണ് അവൻ ഈ രാത്രി മുഴുവൻ പുറത്തായിരുന്നു. വാട്ട് ഹി മൈറ്റ് ഹാവ് ഹാഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, അവൻ ഈ പ്രഭാത ഭക്ഷണം അവൻ എന്തായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. ആൻഡ് വാട്ട് ഹി ഈറ്റ്സ് വെൻ ഹിസ് ഷിഫ്റ്റ്സ് എൻഡ്സ്, അവൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ സമയത്ത് അവൻ എന്തായിരിക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക. ഈ ക്യാബ് ഡ്രൈവറുടെ വളരെ ശോഷിച്ച അവസ്ഥ കണ്ടിട്ട്, അവൻ്റെ മെലിഞ്ഞൊട്ടിയ ശരീരം കണ്ടിട്ട് അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ എന്ന് വല്ലാതെ കവി ആകുലപ്പെടുകയാണ്. വെദർ ഹിസ് മദർ മേക്സ് ഹിം പഞ്ചാബി സമൂസാസ്. ഇവിടെ കവി ഈ ക്യാബ് ഡ്രൈവർ ഏത് റീജിയണിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്ന് വരുന്നവനാണ് എന്നറിയാനുള്ള ഒരു സന്ദേഹമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഭക്ഷണ വൈവിധ്യങ്ങളിൽ നിന്ന് എടുത്തു ചോദിക്കുകയാണ് കവി. വെദർ ഹിസ് മദർ മേക്സ് ഹിം പഞ്ചാബി സമൂസാസ്, അവൻ്റെ അമ്മ അവൻക്ക് പഞ്ചാബി സമൂസ ആയിരിക്കുമോ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, അതായത് അവൻ പഞ്ചാബുകാരനാണോ എന്നുള്ള ഒരു ബംഗാളി മസ്റ്റാർഡ് ഫിഷ്, ബംഗാളുകാർ കൂടുതൽ കഴിക്കുന്ന മസ്റ്റാർഡ് ഫിഷ് ആയിരിക്കുമോ അവൻ കഴിച്ചിട്ടുണ്ടാവുക. ഒരു കേരള റൈസ്, അല്ലെങ്കിൽ അവന് കേരളത്തിൽ നിന്നുള്ള കേരള ഭക്ഷണം കഴിക്കുന്ന ഒരാളായിരിക്കുമോ. ഇഫ് ഹി പ്രിഫേഴ്സ് ദ മാംഗോസ് ഓഫ് ദ നോർത്ത് ലൈക്ക് മീ, അല്ലെങ്കിൽ എന്നെ പോലെ നോർത്തിൽ കഴിക്കുന്ന മാംഗോസ് അതായിരിക്കുമോ അവൻ ഭക്ഷണമാക്കിയിട്ടുണ്ടാവുക. ഓർ ദ സ്വീറ്റർ വൺസ് ഫ്രം ദ ഫർദർ സൗത്ത്, സൗത്തിലൊക്കെ കഴിക്കുന്ന പോലെ സ്വീറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക. ബിഫോർ ഐ ക്യാൻ സ്റ്റോപ്പ് ദം. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വരികയാണ്. അവൻ ഏത് ഭാഗത്തു നിന്ന് വരുന്നവനാണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള കൗതുകമാണ് എൻ്റെ ഉള്ളിൽ നിറയെ. അപ്പോൾ കവിയുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ബിഫോർ ഐ ക്യാൻ സ്റ്റോപ്പ് ദം, ആ ചോദ്യങ്ങളെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ദ വേർഡ്സ് ഫോൾ ഔട്ട് ഓഫ് മൈ മൗത്ത്, എൻ്റെ വായിൽ നിന്ന് ആ ചോദ്യങ്ങൾ പുറത്തേക്ക് വന്നു. ആൻഡ് വേർ ആർ യു ഫ്രം, ഐ മീൻ യുവർ പീപ്പിൾ. ആ ചോദ്യം പുറത്തേക്ക് വരികയാണ്. വേർ ആർ യു ഫ്രം, നീ എവിടുന്നാണ് വരുന്നത്. ഐ മീൻ യുവർ പീപ്പിൾ, നിങ്ങളുടെ ആളുകളൊക്കെ എവിടുന്നാണ് വരുന്നത് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അറിയാതെ പുറത്തേക്ക് ചാടുകയാണ്. ദ ലാൻഡ് സംവേർ ഓൺ ദ ബാക്ക് ഓഫ് ഹിസ് നെക്ക്, അങ്ങനെ ആ വാക്കുകൾ നേരെ അവൻ്റെ മുതുകിൽ ചെന്ന് ലാൻഡ് ചെയ്യുകയാണ്. കുറച്ച് സാഹിത്യമായിട്ട് പറഞ്ഞതാണ്. കവി മിനി ക്യാബിൻ്റെ ബാക്കിലാണ് ഇരിക്കുന്നത്, മുമ്പിൽ ഡ്രൈവറുണ്ട്. ഡ്രൈവറോടാണ് ചോദിക്കുന്നത്. ബാക്കിൽ നിന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ അവൻ്റെ മുതുകിൽ പോയിട്ട് ലാൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. സ്ലൈഡ് ഇൻ ടു ദി റിയർ വ്യൂ മിറർ, അങ്ങനെ ആ ചോദ്യങ്ങൾ സ്ലൈഡ് ചെയ്തിട്ട് റിയർ വ്യൂ മിററിലേക്ക് ചെന്ന് റോൾ ഇൻ ടു ഹിസ് ഐസ്, നേരെ അവൻ്റെ കണ്ണുകളിലേക്ക് എത്തുകയാണ്. ഓൾറെഡി ഒരു പാസഞ്ചറും ഒരു ഡ്രൈവറും സംസാരിക്കുന്നത് നേരെ കണ്ണാടിയിൽ നോക്കിയിട്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ വാക്കുകളും അതേ രൂപത്തിലാണ് അവിടേക്ക് പോയിട്ടുള്ളത്. ഈ ചോദ്യം കേട്ടപ്പോൾ ഹി ലുക്സ് ബാക്ക് ഫോർ 1 സെക്കൻഡ്, ഒരു സെക്കൻഡ് അവൻ പിന്നിലേക്കൊന്ന് ചെരിഞ്ഞു നോക്കി. ആൻഡ് ഹിസ് ഫേസ് ഈസ് എ പാസ്പോർട്ട്, അവൻ്റെ മുഖം ഒരു പാസ്പോർട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ പാസ്പോർട്ട് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഐഡൻറ്റിറ്റി മുഴുവനായിട്ടും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു രേഖയാണ് പാസ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ആരാണ്, എവിടുന്നാണ് വരുന്നത്, അങ്ങനെ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഒരു പാസ്പോർട്ടിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ആ ഒരു പാസ്പോർട്ട് എന്ന രീതിയിൽ അവൻ്റെ മുഴുവൻ ഐഡൻറ്റിറ്റിയും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ കവി ഫേസ് ഈസ് എ പാസ്പോർട്ട് എന്ന് ഉപയോഗിക്കാനുള്ള കാര്യം. പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ഒരു കുട്ടിയെ കണ്ടാൽ ആ വീട്ടിൽ പട്ടിണിയാണോ അതോ നല്ല സമൃദ്ധിയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്ന പോലെ ഇവിടെ ഇവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അവൻ്റെ എല്ലാ ഡീറ്റെയിൽസും കവിക്ക് കിട്ടുകയാണ്. ആൻഡ് ഹിസ് ബാക്ക് ഈസ് എ ഫ്ലാഗ്, അവൻ്റെ മുതുക് അല്ലെങ്കിൽ പുറം അതൊരു ഫ്ലാഗാണ് എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് ഉപയോഗിക്കുന്നത് എന്തിനാണ്?
ഫ്ലാഗ് ഒരു ഐഡൻറ്റിറ്റിയാണ്, അതേപോലെ ഒരു പ്രൈഡിനെ സൂചിപ്പിക്കുന്ന സാധനമാണ്. അഭിമാനബോധമുണ്ട്. അവൻ എത്ര ജോലി ചെയ്യുകയാണെങ്കിലും, അവൻ എത്ര കഷ്ടപ്പെടുകയാണെങ്കിലും അവൻക്ക് അഭിമാനബോധമുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഫ്ലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൻ അധ്വാനിക്കുന്നത് അവൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവൻക്കതിൽ അഭിമാനമുണ്ട്. ആൻഡ് ഹി സേയ്സ്, അങ്ങനെ അവൻ അതിനുള്ള മറുപടി പറഞ്ഞു. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി അവൻ പറയാണ്. ബാൺസ്ലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അവൻ വരുന്നത്. ആൻഡ് ഐ പേ ആൻഡ് ഗെറ്റ് ഔട്ട്. ഞാൻ ഇത് കേട്ടതും ഞാൻ എന്ത് ചെയ്തു, ഞാൻ ക്യാഷ് കൊടുത്തിട്ട് ഇറങ്ങി. ഇവിടെ മറ്റൊന്നിനും കവി മുതിരുന്നില്ല. ആ ചോദ്യം കേട്ട് അവൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കി, അവൻ എവിടുന്നാണെന്ന് മനസ്സിലാക്കിയ ഉടനെ കവി ആ വണ്ടിയിൽ നിന്ന് ക്യാഷ് കൊടുത്ത് ഇറങ്ങുകയാണ്. ഇത്രയേ ഉള്ളൂ കവിത.